നമ്മുടെ മക്കളായാലും നമ്മുടെ കുടുംബാംഗങ്ങളായാലും ഞാൻ എന്താ പറയുക, ഒരു പരിധിവരെ ഒരു ആത്മീയവാദിയാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അവർ നമ്മളുടെ കൂടെ ജീവിക്കാൻ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു ചുമതലയുമായിട്ട് വന്നിരിക്കുകയാണ്. അവർ വേറെ വ്യക്തികളാണ്. ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായി പോയതുകൊണ്ട് എനിക്ക് അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു പരിധിവരെ അമർഷത്തിനൊക്കെ എനിക്ക് യോഗ്യത ഉണ്ടായിരുന്നു, അവകാശമുണ്ട്. യോഗ്യതയല്ല, അവകാശം. പോലീസ് ഉദ്യോഗസ്ഥനായി പോയതുകൊണ്ട് വരുന്ന ഏറ്റവും വലിയ പരിമിതി എന്താണെന്ന് വെച്ചാൽ ഇവർക്കെല്ലാവർക്കും, സമൂഹത്തിലുള്ള എല്ലാവർക്കും കിട്ടേണ്ട നീതി നിർവഹണമേ പാടുള്ളൂ എന്നുള്ള നിർബന്ധം ഞാൻ പാലിച്ചേ പറ്റൂ. അപ്പം ഞാനിപ്പം നേരത്തെ പറഞ്ഞല്ലേ, ഇപ്പം എൻ്റെ മകളെ ബലാത്സംഗം ചെയ്യാൻ ആഹ്വാനം ചെയ്ത ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ നേരെയാണ് ഈ നടപടി വന്നത്. നടപടി വന്ന് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ എന്നെ വിളിച്ച് പറഞ്ഞു, അദ്ദേഹത്തിനെ സാറിന് മുമ്പിൽ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോകത്ത് അങ്ങനെ ഒരു ആഹ്വാനം കേട്ട് നിൽക്കുന്ന, ഇപ്പം വിഷ്ണുവിനാണ് ഈ അനുഭവം ഉണ്ടായാൽ വിഷ്ണുവിൻ്റെ മുമ്പിൽ ആരും ആ പ്രതിയെ കൊണ്ടുവരാൻ പോകുന്നില്ല. ശരിയാ, മനസ്സിലായില്ലേ? അപ്പം ഈ സമൂഹത്തിലുള്ള ഇത്രയും പേർക്ക് കിട്ടാത്ത ആനുകൂല്യം ഞാനങ്ങനെ അവകാശപ്പെടുമ്പോൾ ഞാൻ പോലീസ് ഉദ്യോഗസ്ഥനല്ലാതായി മാറുകയാണ്. അവിടെ ആ പോലീസ് സേനയിൽ പ്രിവിലേജ് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ധാർമ്മികമായി പിന്നെ വേറൊരാളുടെ ആ പ്രിവിലേജ് എടുക്കരുത് എന്ന് പറയാനുള്ള അവകാശം ഞാൻ തന്നെ ധ്വംസിക്കുകയാണ്. അത് വേണ്ട. അപ്പം അങ്ങനെയുള്ള പ്രിവിലേജസിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം ഞാനിപ്പോൾ ഇനി ആഹ്വാനത്തിനപ്പുറത്തേക്ക് ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്നിരിക്കട്ടെ. ഞാൻ എൻ്റെ മോളോടും മുമ്പേ പറഞ്ഞിട്ടുണ്ട്, മോളോടും ഭാര്യയോടും എന്നെ ആശ്രയിക്കുന്ന എന്നോട് സ്നേഹമായിട്ട് നിൽക്കുന്ന എല്ലാ സ്ത്രീകളോടും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. എനി വയലൻസ് അഗൈൻസ്റ്റ് എനി പേഴ്സൺ ഇസ് ടു ബി ഡിക്രൈഡ്. ഇപ്പം വിഷ്ണുവിനെ ഞാൻ മർദ്ദിച്ചാൽ ആ മർദ്ദനം നിയമത്തിലുള്ളതല്ല, നിയമപ്രകാരമുള്ളതല്ല. നിയമപ്രകാരമുള്ള മർദ്ദനം ഉണ്ടാക്കാം. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ മർദ്ദനത്തിലൂടെ അല്ലാതെ വിഷ്ണു ചെയ്യുന്ന ഒരു കുറ്റകൃത്യം എനിക്ക് തടയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ എനിക്ക് മർദ്ദിക്കാം. അല്ലാതെ ഞാൻ ആരെ തല്ലിയാലും അത് ഒരു മര്യാദ ലംഘനം എന്ന് പറയുന്നത് എത്തിക്സിൻ്റെ ഭാഗമായിട്ട് നിയമപരമായിട്ട് നിയമവൈരുദ്ധ്യമാണ്, കുറ്റകൃത്യമാണ്. ഇതിനപ്പുറത്തേക്ക് ഒരു കുറ്റകൃത്യം ബലാത്സംഗത്തിൽ നടക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല, ഉണ്ടാവാൻ പാടില്ല. ബലാത്സംഗം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ ആക്രമിക്കുകയാണ്. ആ ആക്രമണത്തിനപ്പുറത്തേക്ക് അതിനൊരു പതിത്വം കൽപ്പിക്കുന്ന സമൂഹം യഥാർത്ഥത്തിൽ ഒരു സ്ത്രീവിരുദ്ധ നിലപാടാണ് എടുക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് കരുതുന്നു. അതായത് വയലൻസ് എന്ന് പറയുന്നത് ലോകത്ത് ആർക്കെതിരെ ചെയ്താലും വയലൻസ് ആണ്, അത് ക്രൈമാണ്. അതിന് നിയമപരമായിട്ടുള്ള ബാധ്യതയോടുകൂടി നമ്മൾ മുമ്പോട്ട് പോകണം. എനിക്ക് പരിചയമുള്ള, എൻ്റെ കുടുംബത്തിലെന്ന് ഞാൻ പറഞ്ഞു ഒതുക്കുന്നില്ല, എനിക്ക് പരിചയമുള്ള എല്ലാ സ്ത്രീകളോടും ഞാൻ പറയാറുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളാരും ബലാത്സംഗം ചെയ്യപ്പെടാതിരിക്കട്ടെ. പക്ഷേ ഇന്ത്യയിൽ ഒരു ദിവസം 2014 കണക്ക് വെച്ചിട്ട് 94 ബലാത്സംഗങ്ങൾ നടക്കുന്നുണ്ട് ഒരു ദിവസം. ആ 94 ഇരകൾക്കും കിട്ടാത്ത ഒരു പ്രിവിലേജ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നിങ്ങൾ അതിന് പ്രതികരിക്കുന്നത് നിയമാനുസൃതം മാത്രമായിരിക്കണം. എനിക്ക് വ്യക്തിപരമായ അനുഭവമുള്ള 2-3 കേസുകളുണ്ട്. അതിനകത്ത് ഇങ്ങനെ സെക്ഷൽ വയലൻസിന് ഇരയാക്കപ്പെട്ടിട്ടുള്ള സ്ത്രീകളിൽ ചിലരെ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ അനുവാദം ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ എടുക്കുന്നില്ല, പക്ഷേ അദ്ദേഹം വന്ന് കഴിഞ്ഞ് ഞങ്ങളുടെ റിഹാബിലിറ്റേഷൻ പ്രോസസ്സും റീഇൻറ്റഗ്രേഷൻ പ്രോസസ്സും നടന്നു. അത് വളരെ റിസ്ക് എടുത്തിട്ട് ചെയ്തതാണ്. കാരണം എന്ന് വെച്ചാൽ 9 പേരാൽ ലംഘിക്കപ്പെട്ട ഒരു ഇര എന്ന്, അല്ലെങ്കിൽ നമ്മൾ സർവൈവർ. അദ്ദേഹം കുറച്ച് കഴിഞ്ഞു പഠനം പൂർത്തിയാക്കി നിയമബിരുദധാരിയായി. കഴിഞ്ഞ ഒരു ദിവസം എന്നോട് ഒന്ന് പറഞ്ഞു, സാർ എൻ്റെ കഥ എനിക്ക് പറയണം. ഞാൻ പറഞ്ഞു, വേണം സാർ, എൻ്റെ തെറ്റല്ലല്ലോ, എൻ്റെ തെറ്റ് കാരണമല്ലല്ലോ എനിക്കിതൊക്കെ സംഭവിച്ചത്. അദ്ദേഹം എപ്പോഴും ഈ സമൂഹത്തിൽ നിലവിലുണ്ട്. മണിമേഖല എന്ന് പറഞ്ഞൊരു സിനിമാ നിർമ്മാതാവ്, സംവിധായികയും, അവർ വന്ന് എൻ്റെ ഇൻ്റർവ്യൂ വരെ എടുത്തു. അത് ദേശീയ തലത്തിൽ അതൊരു സിനിമയായി. അതിനകത്ത് 4 സ്ത്രീകളുടെ കഥ പറഞ്ഞതിനകത്ത് ഒരു സർവൈവർ ഞങ്ങളുടെ ഈ കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ അടുത്ത് ഹാറ്റ്സ് ഓഫ്. ആ കുട്ടിയുടെ അടുത്ത് എനിക്ക് ഭയങ്കര ബഹുമാനം. ഇപ്പോഴും അദ്ദേഹം ഇവിടെ ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. ആ ഒരു നിലപാടായിരിക്കണം നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ വ്യക്തികളും ഇത്തരം സംഭവങ്ങളോട് എടുക്കേണ്ടതെന്ന് ഞാൻ ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുകയാണ്.
പിന്നെ ഞാൻ എങ്ങനെയാണ് എൻ്റെ കുടുംബത്തുള്ളവരുടെ ബലാത്സംഗത്തിന് ഞാൻ വേറൊരു ടേക്ക് എടുക്കുന്നത്? പറ്റില്ല. അപ്പം എൻ്റെ മകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിന് ഈ ചാരിത്രം പരിശുദ്ധി അതുമായിട്ടൊന്നും അസോസിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമേ ഇല്ല. പുരുഷനില്ലാത്ത ചാരിത്രം ഒരു സ്ത്രീക്ക് വേണ്ടാന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ലിംഗപരമായ സമത്വം എന്ന് പറയുന്നത് സ്ത്രീകളെ ഉദ്ധരിച്ച് ഉണ്ടാക്കേണ്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. മറിച്ച് ലോകത്ത് ഏതെങ്കിലും സ്ത്രീയെ വയലേറ്റ് ചെയ്യുന്നത് ഒരു പുരുഷനാണെങ്കിൽ ആ പുരുഷനെയാണ് നമ്മൾ പറഞ്ഞ് തിരുത്തേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ സർവൈവർ ആയിട്ടുള്ള ആ വ്യക്തി എന്നോട് പറഞ്ഞ, അതിജീവിത ആയിട്ടുള്ള ആ വ്യക്തി എന്നോട് പറഞ്ഞ വാക്ക്, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലല്ലോ സാർ, പിന്നെ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ കഥ പറഞ്ഞുകൂടാ? ഞാൻ ആ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ഇൻ്റർവ്യൂ കൊടുത്തു. അതൊരു എന്താ പറയുക, ഒരു പൂർണ്ണമായൊരു ഫീച്ചർ ഫിലിം ആയിരുന്നില്ല, എന്നാൽ ഡോക്യുമെൻ്ററി അല്ല, രണ്ടും കൂടെ കലർന്ന്. അതിനകത്ത് പിന്നെ മണിപ്പൂരിൽ ആഫ്സ്പ എന്ന് പറയുന്ന നിയമത്തിനെതിരെ നഗ്നയായി ഓടി പ്രതിഷേധിച്ച ഒരു സ്ത്രീയുടെ ഒരു കഥയൊക്കെ അതിൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ജെൻഡർ പൊളിറ്റിക്സിൻ്റെ പ്രതിഷേധത്തിൻ്റെ പ്രതീകമായ വ്യക്തികളെ പ്രൊമോട്ട് ചെയ്യണമെന്നും അവർ വേണം ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് കാരണമാവാനെന്നും വിശ്വസിക്കുന്ന ഞാൻ, എൻ്റെ കുടുംബത്ത് ബലാത്സംഗം എന്ന് പറയുമ്പോൾ ഞാൻ ഭയന്ന് വിഹ്വലനായി എൻ്റെ മക്കളെയെല്ലാം സംരക്ഷിക്കുന്ന ഒരു നിലപാട് എൻ്റെ സ്വാധീനം കൊണ്ട് ചെലുത്തിയാൽ പിന്നെ ഞാൻ എൻ്റെ മുമ്പിൽ ഞാൻ മോശക്കാരനാവും. എനിക്ക് സമൂഹത്തിന് മുമ്പിൽ ഞാൻ മോശക്കാരനാവും എന്നുള്ളതൊന്നുമല്ല എൻ്റെ പ്രശ്നം. എനിക്ക് എന്നോടുള്ള ബഹുമാനം കുറയും. ഇപ്പം ഞാൻ കള്ളനാണെന്നും കൊള്ളക്കാരനാണെന്നും ഞാൻ വെറുതെ വാചകം അടിക്കുന്നവനാണെന്നൊക്കെ പറയുന്നവർ ഒരുപാട് പേര് ഈ ലോകത്ത് കാണാം. അവരുടെ അടുത്തൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്, അവരെന്തുവേണേ പറഞ്ഞോളട്ടെ. പക്ഷെ എനിക്ക് എന്നെ ബഹുമാനിക്കുന്നത് കുറയ്ക്കാൻ പറ്റില്ല. എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനത്തിൽ ഞാൻ ഇന്നലെ പറഞ്ഞതല്ല ഞാനിന്ന് പ്രവർത്തിക്കുന്നത് എന്ന് ഉള്ള ഒരു നിലപാടിലേക്ക് പോയി. മറ്റുള്ളവരോടൊക്കെ ഞാൻ പറഞ്ഞ കുറേ വാചകങ്ങളുണ്ട്. ഞാൻ എൻ്റെ മകളോട് നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ വിവാഹം ചെയ്താൽ മതി എന്ന് പറഞ്ഞൊരു സാധനം റീലായിട്ട് ഇറങ്ങി ഒരുപാട് വൈറലായി. അതിൻ്റെ അടിയിൽ വന്ന ഒരുപാട് കമൻസ് ഉണ്ട്. അതിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എൻ്റെ മകളോട് ചോദിക്കുന്നു ചില മക്കൾ, നിൻ്റെ അച്ഛനെ ഞങ്ങൾക്ക് കടം തരുമോ എന്ന് ചോദിച്ചു. അതെന്നെ ഒന്ന് വിജൃംഭിതനാക്കി. പക്ഷേ പല മാതാപിതാക്കളും പറഞ്ഞ വാചകമുണ്ട്, എടോ താൻ IPS തൻ്റെ മകളെ രക്ഷിക്കാനായിട്ട് പോലീസുകാരുണ്ടാവും, ഞങ്ങളുടെ മക്കളെ ആരും രക്ഷിക്കും. അപ്പോൾ അവിടെ ചോദിക്കുന്ന ഒരു വിവക്ഷ, ആ വിവക്ഷയോട് ഞാൻ യോജിക്കുന്നില്ല. അതായത് സംരക്ഷിക്കപ്പെടേണ്ടവരാണ് സ്ത്രീകൾ എന്നുള്ള വ്യംഗ്യം അവിടെയുണ്ട്. സംരക്ഷിക്കപ്പെടേണ്ടവരല്ല സ്ത്രീകൾ. പുരുഷന്മാർക്ക് അവകാശപ്പെട്ടത് മാത്രമാണെന്ന് വിചാരിക്കുന്ന ഒരുപാട് സ്ഥലങ്ങളും സമയങ്ങളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ സ്ഥലവും സമയവും ഒക്കെ സ്ത്രീകൾക്ക് വേണ്ടി മുഴുവൻ തുറന്നിട്ട് കൊടുക്കണമെന്നും ഇത് അവരുടെയും കൂടെ സ്പേസ് ആണെന്ന് അവർ തിരിച്ചറിയണമെന്നും. ഇപ്പം നമ്മൾ നിർഭയ നിശ എന്ന് പറഞ്ഞൊരു പരിപാടി നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭയമില്ലാതെ സ്ത്രീകൾക്ക് ജീവിക്കാൻ സാധിക്കണമെന്നും മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ജീവിക്കുന്ന സ്ത്രീ മാത്രമാണ് ഉത്തമ സ്ത്രീ എന്ന് കരുതുന്ന ഒരു സമൂഹത്തിൽ നിന്ന്, ആ നോംസിൽ നിന്നും മാറ്റം വരണമെന്നും, പുരുഷന് ഇല്ലാത്ത വേണ്ടാത്ത ചാരിത്രം സ്ത്രീക്ക് വേണം എന്ന് ശഠിക്കാൻ പാടില്ല എന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പുരുഷനില്ലാത്ത ചാരിത്രമാണ്. അപ്പം പുരുഷന് എത്ര വേണമെങ്കിലും ആരുടെ കൂടെ വേണമെങ്കിലും സഹശയനം നടത്തിയതിന് ശേഷവും മാന്യത പുലർത്തി ജീവിക്കാനായിട്ടുള്ള സ്പേസ് സമൂഹം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഒരു സ്ത്രീ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീ പതിതയാണ്. സമൂഹം മുഴുവൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ കീറി മുറിച്ച് വിശകലനം ചെയ്ത് അപഗ്രഥനം നടത്തി അദ്ദേഹത്തിന് ജഡ്ജ്മെൻ്റലായിട്ട് കാണാനായിട്ടുള്ള പ്രവണത. എന്നിട്ട് ഒരു ഉപദേശവും കൂടെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് വിവാഹ കമ്പോളത്തിൽ നിന്റെ വില ഇടിഞ്ഞു, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു വിവാഹം നമുക്ക് വേണ്ട എന്ന് സമൂഹത്തിലെ എല്ലാ കുഞ്ഞുങ്ങളോടും പ്രായമുള്ളവരോടും പറയാൻ മടിയില്ലാത്ത ഒരാളാണ് ഞാൻ.